നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് FC ബാഴ്സലോണ അതിനിർണായകമായ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. എതിരാളികൾ സ്ലാവിയ പ്രാഹയാണ്. ബാഴ്സയ്ക്ക് ഇത് വിജയിച്ച ഒരു പക്ഷേ ടോപ്പ് 8ലേക്ക് പോലും എത്താൻ പറ്റും. പക്ഷേ ഈ കളിക്കുള്ളൊരു പ്രശ്നം ലാമിനെ യമാൽ കളിക്കാനില്ല, സസ്പെൻഡഡാണ്. അപ്പോൾ യമാലില്ലാത്ത സ്ഥിതിക്ക് റാഫീഞ്ഞ കളിക്കുമോ എന്ന് ആരാധകർ ആകാംക്ഷയോടുകൂടി നോക്കുകയാണ്. കഴിഞ്ഞ കളിക്ക് റാഫീഞ്ഞ കളിച്ചിട്ടില്ല, റയൽ സോസിഡാഡിനെതിരെ കളിച്ചിട്ടില്ല. ബാഴ്സ തോറ്റ കളിയാണത്. അപ്പോൾ ആ കളിക്ക് കളിപ്പിക്കാതിരിക്കാനുള്ള കാരണമായിട്ട് അന്ന് പറഞ്ഞിരുന്നത് തന്നെ പ്രിക്കോഷൻ എടുത്തുകൊണ്ട് കളിപ്പിക്കാത്തതാണ് എന്നാണ്. ഈ കളിക്ക് അദ്ദേഹം ഇറങ്ങുമോ? ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഫ്ലിക്ക് എന്താണ് പറഞ്ഞത്? പെഡ്രിക്ക് ചില പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അദ്ദേഹം കളിക്കുമോ? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഫ്ലിക്ക് പറഞ്ഞത് ഐ ഹോപ്പ് റാഫീഞ്ഞ ക്യാൻ പ്ലേ ടുമാറോ. ഇന്നലെ അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയാണ്, നാളെ റാഫീഞ്ഞയ്ക്ക് കളിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ റാഫീഞ്ഞ കളിക്കുമെന്ന് തന്നെ വേണം അതൊന്ന് മനസ്സിലാക്കാൻ. പിന്നെ പെഡ്രിയുടെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ കഴിഞ്ഞ കളിക്ക് ശേഷം ആഫ്റ്റർ ദി മാച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഓക്കെ ആണോ, അതായത് ആ കാർലോസ് സോളറുടെ ടഫ് ടാക്കിളിന് ശേഷം ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഏതായാലും ഫ്രങ്കിയുമായിട്ടും മറ്റുമൊക്കെ ഈ കാര്യത്തിൽ എന്താണ് വിഷയം എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹയസ്റ്റ് ലെവലിൽ കളിക്കുന്നതാണ് ഫ്രങ്കിയും പെഡ്രിയും ഒക്കെ. ഓക്കെയാണ്, അദ്ദേഹം ഓക്കെയാണ്, കളിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ റൂണിയുടെ കാര്യത്തിൽ റൂണിയെ കളിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, റൂണി അദ്ദേഹത്തെ കളിപ്പിക്കുന്ന മത്സരങ്ങൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്, കളിക്കളത്തിലുള്ള സമയത്ത് വളരെ മികച്ച പെർഫോമൻസാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പൊസിഷനും ലാമിൻ്റെ പൊസിഷനും ഒന്നായതുകൊണ്ട് നമുക്ക് ഒരുപാട് കളികളിലൊന്നും ഇറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കളിയിൽ കളിപ്പിക്കുമോ എന്നുള്ളത് നാളെ തീരുമാനിക്കാം എന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ മിക്കവാറും റൂണി ഇറങ്ങാനുള്ളൊരു സാധ്യത കൂടി അതിൽ കാണുന്നുണ്ട്. ഏതായാലും കാത്തിരിക്കാം ബാഴ്സയുടെ ഒരു മികച്ച പ്രകടനത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.